നമസ്കാരം. ഇന്ന് സ്വർണ്ണവിലയിൽ ചെറിയ ആശ്വാസമുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ് കേരളത്തിലൊട്ടാകെ തന്നെ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഇന്നത്തെ ജുവലറി ഉടമകൾക്കും സ്വർണ്ണ വ്യാപാരികൾക്കും ഇടയിലുള്ള ഒരു പ്രധാന സന്തോഷ വാർത്തയും അവരുടെ ബിസിനസ് ലാഭകരമാക്കുന്ന ഒരു കാര്യവും എന്ന് എടുത്തു പറയണം. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സാധാരണ സ്വർണ്ണവിലയിൽ അല്പം ഉയർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ബിസിനസ് മുൻപോട്ട് പോകുന്നുള്ളൂ എന്നൊരു സാഹചര്യം മുൻപായിരുന്നുവെന്നും ഇപ്പോൾ ഇടിവ് സംഭവിച്ചാൽ മാത്രമേ വ്യാപാര നിലയിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കൂ എന്നുമാണ് പറയുന്നത്. സമീപകാലത്ത് ഇത്രയും വലിയ ഇടിവ് ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് വ്യാപാരികൾ ഇപ്പോൾ പറയുന്നത്. വരും ദിവസങ്ങളിൽ വില കുറയാനാണ് സാധ്യതയെന്നും വ്യാപാരികൾ വീണ്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2 ദിവസം മുൻപ് വരെയും സ്വർണ്ണവിലയിൽ ചെറിയൊരു കുതിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറയുകയാണ്. അതിനു മുൻപും കുറഞ്ഞിരുന്ന സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ത്യ പാക് യുദ്ധം തന്നെയായിരുന്നു ശരിക്കും ഇതിനെ ബാധിച്ചിരുന്നത്. അത് അവസാനിച്ച് സമാധാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ചെറുതായി ഒന്ന് ഉയർന്നുവെങ്കിലും ഇപ്പോൾ ഇതാ കുറയുകയാണ്. ആഗോള വിപണിയിലും സ്വർണത്തിന് വൻ വിലക്കുറവ് തന്നെയാണ് കാണിക്കുന്നതെന്നത് പറയേണ്ട പ്രത്യേകമായ ഒരു കാര്യം തന്നെയാണ്. മെയ് മാസത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇന്ന് സ്വർണ്ണ വിൽപ്പനയിലുള്ളത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് പവന് വില 70,000-ന് താഴേക്ക് എത്തുന്നതെന്നും വില കുറഞ്ഞ ഈ സാഹചര്യത്തിൽ സ്വർണം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ജുവലറിയിലേക്ക് പുറപ്പെട്ടോളൂ എന്ന ആത്മവിശ്വാസത്തോടെ പറയുകയാണ് എല്ലാ വ്യാപാരികളും. അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലതെന്നും നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നീട് വില കൂടിയാൽ ആശങ്ക ഒഴിവാക്കാൻ ഇതാണ് നല്ലതെന്നും എടുത്തു പറയുന്നുണ്ട്. 68,880 രൂപയാണ് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇന്ന് മാത്രമായി 1,560 രൂപയാണ് പവന് കുറഞ്ഞത്. ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 8,610 രൂപയായി മാറി. 22 ക്യാരറ്റിന് 1 ഗ്രാം കുറഞ്ഞത് 195 രൂപയും ഗ്രാമ വില 8,610 രൂപയുമായി. പവൻ കുറഞ്ഞത് 1,560 രൂപയും പവന് വില 68,880 രൂപയും. 24 ക്യാരറ്റ് ആണെങ്കിൽ 1 ഗ്രാമിന് കുറഞ്ഞത് 213 രൂപയും ഇപ്പോൾ ഗ്രാം വില 9,393 രൂപയുമാണ്. പവന് കുറഞ്ഞത് 1,704 രൂപയും പവന് വില 75,144 രൂപയുമായി. 18 ക്യാരറ്റ് 1 ഗ്രാമിന് കുറഞ്ഞത് 159 രൂപയും ഗ്രാമ വില ഇപ്പോൾ 7,045 രൂപയുമായി നിൽക്കുന്നു. പവൻ വർധന 1,272 രൂപയും പവൻ വില ഇപ്പോൾ 56,360 രൂപയുമായി നിൽക്കുന്നു. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 68,880 രൂപയായി മാറി എന്നത് വളരെയധികം ചിന്തിക്കേണ്ടതും അതുപോലെ തന്നെ മാർക്ക് ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ്. 1,560 രൂപയാണ് കുറഞ്ഞിരിക്കുന്നതെന്ന് പ്രധാനമായി പറയണം. അതേസമയം 22 ക്യാരറ്റ് ഗ്രാമിന് 195 രൂപ താഴ്ന്ന് 8,610 രൂപയിലേക്കും എത്തി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 160 രൂപ കുറഞ്ഞ് 7,060 രൂപയുമായി. വില ഇനിയും കുറയുമെന്നും തന്നെയാണ് നിരീക്ഷകർ വീണ്ടും ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അത് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ലെന്നും ഇന്ന് 68,000 ആയ സ്ഥിതിക്ക് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ കഴിവതും ബുക്ക് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. 73,040 രൂപയായിരുന്നു ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ സ്വർണ്ണവില. 4,160 രൂപയാണ് ഇപ്പോൾ അതിൽ നിന്നും കുറവുണ്ടായിരിക്കുന്നതെന്ന് പറയണം. അതൊരു ചില്ലറ കുറവേയല്ല. അതായത് ഇന്ന് സ്വർണം വാങ്ങുകയോ ബുക്ക് ചെയ്യുകയോ ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങിയത് ഇത്രയും രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ഇതേ വിപണി സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിലും ആഗോള സ്വർണ്ണവില ഇപ്പോൾ $2,950 എത്തുമെന്നും സൂചനയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ പവന് വില 65,000 തന്നെ എത്തുമെന്നും ചിലപ്പോൾ 60,000 വരെ എത്തുമെന്നും വിദഗ്ധർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്നൊരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർ 75,000 താഴെയേ ചിലവ് വരികയുള്ളൂ. 5% പണിക്കൂലിയും GSTയും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്തുള്ളതാണ് ഈ വില. പഴയ സ്വർണം ഇന്ന് വിൽക്കുന്നവന് പവന് 1,350 രൂപ തൊട്ട് 2,700 രൂപ കുറിച്ചുള്ള സംഖ്യയാണ് ലഭിക്കുക. അതിനാൽ തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്പം കൂടി കാത്തിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാം. ചൈനയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര ധാരണയാണ് സ്വർണ്ണവില കുറയാനുള്ള പ്രധാന കാരണമായി തന്നെ മുൻപിലേക്ക് ചൂണ്ടിക്കാട്ടുന്നത്. വൻകിട നിക്ഷേപകർ ലാഭമെടുത്ത് പിരിഞ്ഞതും സ്വർണ്ണവില കുറയാനിടയാക്കി എന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നു.